ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവേക്ക്. അപ്പോൾ ഇന്ന് 2025 മെയ് 21 കേട്ടോ. അപ്പോൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതൊരു സ്റ്റഡി വ്ളോഗാണെന്ന് എനിക്ക് പറയാൻ കുറച്ചൊരു മടിയുണ്ട് ഗൈസ്. കാരണം മടി പിടിച്ചൊരു വ്ളോഗാണിത്. കാരണം ഒന്നും പ്രൊഡക്റ്റീവ് 0% പ്രൊഡക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. സമയം ഏകദേശം 3 മണി ആകാറായിട്ടുണ്ട്. ഒരു പ്ലാനും ഇല്ല, ഇന്ന് എന്ത് പഠിക്കും എന്ത് ചെയ്യണം എന്ന് ഒരു പ്ലാനും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വെച്ച് ഞാൻ ഇരുന്നു. അതുകൊണ്ട് ഞാൻ കെമിസ്ട്രി കുറച്ച് NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ നോക്കി, അതിനുശേഷം ഞാൻ യൂട്യൂബിൽ തന്നെ പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ ഞാൻ ഫൂഫു സാറിനെ വരച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫൂഫു സാറിനെ കണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കാണാൻ പോകുമ്പോൾ രാവിലെ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കൊന്നും വരക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വരക്കാൻ എനിക്ക് ഫിനിഷായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പിന്നീട് ഒരു ദിവസം വരച്ചിട്ട് ഞാൻ കൊടുക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ കെമിസ്ട്രിയുടെ ക്ലാസ്സിൻ്റെ കുറച്ച് ഭാഗം കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് NCERT ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമെന്നാണ് വിചാരിച്ചുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. ഈ ഒരു വ്ളോഗ് ഒരു സ്റ്റഡി വ്ളോഗ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ്. കാരണം ഇത് ഒട്ടും ഞാൻ പഠിച്ചിട്ടില്ല. കുറച്ച് NCERT ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന വ്ളോഗ് മാത്രമാണ്. എന്തായാലും നമ്മൾ ചാലഞ്ചസ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും സ്റ്റഡി വ്ളോഗായിട്ട് നമ്മൾ നാളെ തന്നെ വരും ഗൈസ്. എന്തായാലും ഇത് ജസ്റ്റ് ഒരു ഇന്ന് എന്താണെന്ന് അറിയില്ല ഗൈസ്, ഭയങ്കര മടിയായിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റഡി വ്ളോഗ് ഇങ്ങനെ. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റഡി വ്ളോഗിൽ നമ്മൾ ജസ്റ്റ് NCERT ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു. നാളെ വേറൊരു സ്റ്റഡി വ്ളോഗായിട്ട് വരും ഗൈസ്. അതെന്തായാലും അടിപൊളിയാവുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത്. അടിപൊളി ആവണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ലാപ്സിൻ്റെ വീഡിയോ വേണ്ടിയിട്ട് വാ. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ പകുതി കണ്ടിട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കെമിസ്ട്രിയുടെ കുറച്ച് NCERT ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ സോൾവ് ചെയ്തു. അപ്പോൾ പകുതി കാണുമ്പോൾ തന്നെ എനിക്ക് മടിയായി. അതിനുശേഷം ഞാൻ മാത്സ് സെറ്റ്സിൻ്റെ ചാപ്റ്റർ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അതായത് സെറ്റ്സിൻ്റെ NCERT ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു പാർട്ട് 1 ഈ ഒരു പ്ലേലിസ്റ്റിൽ. അപ്പോൾ പാർട്ട് 2 കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അത് കാണണം. അപ്പോൾ എന്തായാലും നമുക്കത് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മുന്നേ ഞാനിപ്പോൾ ഇവിടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതിൻ്റെ കുറച്ച് നോട്ട്സൊക്കെ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടൈം, അതായത് സെറ്റ്സ് സോൾവ് ചെയ്യാണ് ഞാനിപ്പോൾ NCERT ക്വസ്റ്റ്യൻസ്. അപ്പോൾ സെറ്റ്സ് എനിക്ക് കുറച്ച് മറന്നതുപോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ റിവിഷനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഡെയിലി റിവിഷൻ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മറന്നതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറില്ല ഗൈസ്. എന്തായാലും നമ്മൾ റിവൈസ് ചെയ്യും ഇനി എല്ലാ ദിവസവും. അതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടാകുന്നു. അതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് എനിക്ക് ഒരു മനസ്സമാധാനമായിട്ടില്ല ഗൈസ്. കാരണം നമ്മൾ കുറേ കോൺസെപ്റ്റൊക്കെ വിട്ടുപോയിട്ടുണ്ട് യൂട്യൂബ് ക്ലാസ്സിൽ. അതിന് അഗ്നി ബാച്ച് എടുത്തിട്ട് വേണം എനിക്കതൊന്ന് പിക്കപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ക്ലാസ്സിൽ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അഗ്നി ബാച്ചിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്നി ബാച്ച് എടുത്തിട്ട് ഞാൻ ഒരു നല്ലൊരു സ്റ്റഡി വ്ളോഗായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇപ്പം യൂട്യൂബ് ക്ലാസ് കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയൊക്കെയാണ് അതുപോലെ ആയിരിക്കും നമ്മളിപ്പോഴത്തെ ഒരു സ്റ്റഡി വ്ളോഗൊക്കെ പോവുക. അപ്പോൾ എന്തായാലും ഞാൻ മാത്സിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്തു. വെൻ ഡയഗ്രാമൊക്കെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇനി എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. സമയം ഏകദേശം 4:45 അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എനിക്കൊന്നും ഒരെത്തും പിടിയുമില്ല. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ആലോചിച്ചിരിക്കുമ്പം എനിക്ക് കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ നോക്കി. അപ്പോൾ എന്തായാലും ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ എക്സസൈസ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇതിലെനിക്കൊരു 2-3 ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യാൻ നോക്കി. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്. കാരണം ഞാൻ യൂട്യൂബിൽ ക്ലാസ് ഉണ്ട്, ഒന്നും സെറ്റായില്ല. ഇനി എന്തായാലും അഗ്നി ബാച്ചിൽ തന്നെ കയറി പഠിക്കണം. അപ്പോൾ എന്തായാലും അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്തില്ല. അഡ്മിഷൻ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും കുറേ SSLC, അതായത് ഇനി ഇപ്പോൾ SSLC പഠിക്കുന്ന കുറേ ആൾക്കാർ SSLCയുടെ ടിപ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രി എനിക്ക് ഒന്നും അത്ര ഒരു മനസ്സമാധാനമാകാത്തതുകൊണ്ട് എനിക്ക് ഒരു ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികം സോൾവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്ത് വെച്ച് എനിക്ക് കുറച്ച് ടഫായിട്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ തോന്നി. കാരണം യൂട്യൂബ് ക്ലാസ് കണ്ടത് മതിയായില്ല ഗൈസ്, അത് സെറ്റായില്ല ഒന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലോസ് ചെയ്തു ഗൈസ്. ഇന്നത്തെ സ്റ്റഡീസ് ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊരു സ്റ്റഡി വ്ളോഗായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് എൻ്റെ ഒരു ഈവനിങ് ടൈം ഞാൻ ജസ്റ്റ് ഒന്ന് വ്ളോഗ് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളെ ഒരു അടിപൊളി സ്റ്റഡി വ്ളോഗായിട്ട് ഞാൻ വരും കേട്ടോ. കാരണം
ഇനി ഞാൻ ചെയ്തിരിക്കും ഗൈസ്. നാളെ എന്തായാലും ഒരു അടിപൊളി വ്ളോഗായിട്ട് നമ്മൾ വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് കണ്ടതിന് താങ്ക് യു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ ഗൈസ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ബോറാണ് ഗൈസ് ഈ ഡേറ്റ്. അപ്പോൾ എന്തായാലും നാളെ ഒരു അടിപൊളി വ്ളോഗായിട്ട് നമ്മൾ 100% ഷുവർ ആയിട്ട് നാളെ എന്തായാലും ഒരു വ്ളോഗായിട്ട് വരും ഗൈസ്. അത് ഒരു അടിപൊളി വ്ളോഗായിരിക്കും എന്ന് എനിക്കും ഉറപ്പാണ്. നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ദിസ് ഇസ് മീ അഭിനവ് AK. ഡു സബ്സ്ക്രൈബ്.